ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ്. ഇളനീർ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു 10 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നതിന് വേണ്ടി അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്ററോളം ഇളനീർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും ഒന്ന് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇളനീർ വെള്ളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചൈന ഗ്രാസ് നല്ല പോലെ മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇളനീർ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന ഗ്രാസും നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഈ ചൈന ഗ്രാസ് ഒരരിപ്പയിലൂടെ അരിച്ചിട്ട് ഈ ഇളനീർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ട്രേയിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു വെക്കാം. ഇത് നന്നായി ചൂടാറിയ ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിന് മുകളിൽ കാണുന്ന ഈ ബബിൾസൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. ഇനി മിക്സിയിലോട്ട് ഒരു 3 ഇളനീരിൻ്റെ കാമ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നല്ല കട്ടപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കായും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പം നമുക്ക് നല്ലൊരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷം തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ക്യൂബ്സ് എടുത്തിട്ട് ഈ ഇളനീർ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ക്യൂബ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. അതുപോലെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.